ഈശോദൻ ചിത്രങ്ങളും പൊന്നീശോദൻ ചിത്രങ്ങളും അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു എന്നമ്മ പറഞ്ഞു തന്നു നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ വാവേ എടാ വാവേ എന്താ എടാ ആ ഭിത്തിയിലിരുന്ന് കളിക്കരുതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ വേറെ സ്ഥലത്തെങ്ങാനും പോയിരുന്ന് കളിക്കു കൊച്ചേ എടാ കൊച്ചേ എത്ര നേരം പറയണം നിന്നോട് മാറിയിരിക്കാൻ നല്ല ഉടുപ്പാ നീ ഇട്ടിരിക്കുന്നേ എങ്ങാനും മറിഞ്ഞ് നീ ചളി വീണ ഉടുപ്പ് മുഴുവൻ ചളിയാവില്ലേ ഞാൻ വീഴുള്ള അമ്മേ എടാ ചെറുക്ക നീ പറഞ്ഞത് കേൾക്കുന്നില്ലേ നീ ആ ചെളിവെള്ളത്തിലെങ്ങാനും വീണ നിനക്കിട്ട് ഞാൻ നല്ല പൊട്ടിയിൽ തരും ഹോ ഇങ്ങനെ ഒരു അനുസരണയില്ലാത്ത ചെറുക്കൻ പശു കരയുന്നുണ്ടല്ലോ ഡാ ഞാൻ പോയി പശുവിനെ മാറ്റി കെട്ടിട്ട് വരാം ഈശോ എന്റെ മോൻ എന്റെ കുഞ്ഞ് മോനെ മോനെ നിനക്കെന്താ പറ്റിയത് മോനെ 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 അമ്മ പറഞ്ഞല്ലേ ഈ ഭിത്തിയിലിരിക്കണ്ട ഈശോ കാത്തു മോനെ പോട്ടെ പോട്ടെ എന്റെ മോൻ കരയണ്ട കേട്ടോ അമ്മ വന്നില്ലേടാ നമ്മളെ ഇപ്പം കണ്ട ആ വിഷ്വലില്ലേ അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നാ ഷോ ആ കൊച്ചിൻ്റെ ഒരു സ്വഭാവം കണ്ടില്ലേ എന്തോ ഒരു അനുസരണക്കേടാ ഞാനായിരുന്നെങ്കിൽ നല്ല 2 അടി വെച്ച് കൊടുത്തേനായിരുന്നു ഞാനാണെ ആ കുളത്തിൽ തന്നെ ഇട്ട് 2 അടി കൊടുത്തിട്ട് ഞാൻ കയറ്റിക്കൊണ്ടുവരുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ആ അമ്മ നല്ല ഒരമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ ആ കൊച്ചിനെ ശിക്ഷിച്ചൊന്നുമില്ലല്ലോ അതെ അത് ആ അമ്മയുടെ ഉള്ളിൽ ഈശോ ഉള്ളതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് അന്നേരം ആ കൊച്ചിനെ അടിക്കാനൊന്നും പറ്റാതെ വന്നത് കാരണം ഈശോ സ്നേഹമാണ് അമ്മ സ്നേഹമാണ് അപ്പോൾ ആ കുഞ്ഞിനെ അമ്മ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ കൊളോസിയസ് 3:17 അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവേ എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം ഇതാണ് ഈശോ നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ കൊച്ച് തെറ്റ് ചെയ്തു ആ കൊച്ച് അമ്മ പറഞ്ഞിട്ട് അനുസരിച്ചില്ല അമ്മ വാണിങ് കൊടുത്തു വെള്ളത്തിൽ വീണാൽ ഉടുപ്പെല്ലാം ചെളി പറ്റും ചെളി വെള്ളമാണ് ചാണകവെള്ളമാണ് അപ്പോൾ അതൊക്കെ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ കൊച്ചത് അനുസരിച്ചില്ല ചേച്ചി ഞാനൊന്ന് ചോദിക്കട്ടെ 2 അടി കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിന് എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ മനസ്സിലാവുമോ ആ കുട്ടി പഠിക്കണമെങ്കിൽ 2 അടി കൊടുത്താലല്ലേ അതിനൊരു മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത് ശരിയാണ് പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഒരു ശിക്ഷ വരുന്നുണ്ട് ഇപ്പോൾ ആ കൊച്ച് ചെളിവെള്ളത്തിൽ
വീണപ്പം എന്താ സംഭവിച്ചത്? അതിൻ്റെ ദേഹം മുഴുവൻ ചെളിയായില്ലേ? ചെളിയായി. അത് ആ വീടേൻ്റെ വീഴ്ചയുടെയും ആ പരിക്കും ആ ഭയവും ആ വേദനയെല്ലാം അവൻ അനുഭവിച്ച് അവൻ മരിക്കാൻ തുടങ്ങുക, മുങ്ങി മരിക്കാൻ പോകുക. അപ്പോൾ അത് അവൻ അവിടെ തന്നെ അത് അനുഭവിച്ചു. അപ്പം ആ ശിക്ഷയിൽ തന്നെ അവൻ അനുസരണക്കേട് കാണിച്ചു. അതിൽ തന്നെ അവൻ അതൊരു അനുഭവം ഉണ്ടായി, ഒരു വേദനയുണ്ടായി, ഒരു ഭയം ഉണ്ടായി, എല്ലാം അവൻ അനുഭവിച്ചു. ഇനി ഈ അമ്മ ചെയ്തതെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉള്ളിൽ ഈ ഈശോയുടെ സ്നേഹം ഉള്ളത് കൊണ്ട് ഈ അമ്മ ഈശോ ചെയ്തതുപോലെയാണ് ചെയ്തത് ആ സമയത്ത്. അതൊന്ന് വിശദമാക്കി ചേച്ചി. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമ്മൾ ഈശോ പറഞ്ഞാൽ പിതാവായ ദൈവം പറഞ്ഞു നമ്മൾ ആ കനി ഭക്ഷിക്കരുത്, അതായത് നിയമം അനുസരിക്കണമെന്ന് പറഞ്ഞ്. അതായത് ലോകത്തിൽ ഇപ്പം നമുക്ക് 2 നിയമമുണ്ട്. ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൗതിക നിയമമില്ലേ അത്, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ സ്വർഗീയ നിയമം. നമ്മുടെ തറവാട് എവിടെയാണ്? സ്വർഗത്തിലല്ലേ. അപ്പോൾ ആ സ്വർഗീയ നിയമം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുസരിക്കണം. അപ്പോൾ ആ നിയമങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ചെന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ നിയമം ലംഘിച്ചു. കാരണം എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6:1 പറയുന്നുണ്ട്, മക്കളും മാതാപിതാക്കളെ അനുസരിക്കുവിൻ. അത് ആ വചനം ആ കൊച്ച് പാലിച്ചില്ല, അമ്മ പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ. അപ്പോൾ ആ വചനം ലംഘിച്ചു. അപ്പോൾ 1 യോഹന്നാൻ 3:4 പറയുന്നുണ്ട്, വചനലംഘനം പാപമാണ്, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. വചനലംഘനം എന്ന നിയമലംഘനം പാപമാണ്, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. അപ്പോൾ ഈ കൊച്ച് ശരിക്കും പറഞ്ഞാൽ ആ വചനം ലംഘിച്ചത് അല്ലേ? മാതാപിതാക്കളെ അനുസരിക്കുമെന്ന് പറഞ്ഞ ആ വചനം ഈ കൊച്ച് തെറ്റിച്ച് കളഞ്ഞു. അപ്പോൾ ആ അകന്നുപോയി. അതായത് അമ്മ പറഞ്ഞത് അനുസരിക്കാതെ അമ്മയിൽ നിന്ന് അങ്ങ് അകന്നുപോയത്. ഇതുപോലെ നമ്മൾ പിതാവായ ദൈവത്തിൽ നിന്ന്, ഈശോയിൽ നിന്ന് അകന്നുപോയി. ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല, അപ്പം നമ്മൾ അകന്നുപോയി, നമ്മൾ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണു. അപ്പോൾ അവിടെ നമ്മൾ കിടക്കുക. അപ്പോൾ അവിടുന്ന് നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റണില്ല. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ചെളിക്കുണ്ടി ചാടിയല്ലോ. അതാണ് പറഞ്ഞു വരുന്നത്. അതായത് പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് അതിനൊരു പോംവഴി കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ കൊച്ച് വെള്ളത്തിലേക്ക്, ചെളിവെള്ളത്തിൽ വീണു, അവിടെ കിടക്കുക. അപ്പോൾ അമ്മ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് അത് സംഭവിച്ചതാണ്. പക്ഷെ അവിടെ അമ്മയ്ക്ക് ദേഷ്യമല്ല അന്നേരം വരുന്നത്. അമ്മയുടെ കുഞ്ഞായത്. അപ്പം അമ്മ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അതിനൊരപകടവും വരാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയുടെ ഉള്ളിൽ ആ സ്നേഹമാണ്. അപ്പം അമ്മ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആ ചെളിവെള്ളത്തിലേക്ക് എടുത്തിടുക. എന്തിനാ? കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അനുസരണക്കേട് കാണിച്ച കുഞ്ഞിനെ അതിന് ശിക്ഷ കൊടുക്കാതെ രക്ഷിക്കാൻ വേണ്ടി അമ്മ ബോധപൂർവം ആ ചെളിവെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പം കുഞ്ഞിൽ പറ്റിയ അതേ ചെളിയും ആരുടെ ദേഹത്തും പറ്റി? അമ്മയുടെ ദേഹത്തും പറ്റി. അപ്പം അമ്മയും ഈ കുഞ്ഞും എങ്ങനെയായി? ഒരുപോലെ ചെളിയിലായി. അപ്പം 2 പേരും ഈ ചെളിയിലായി നിൽക്കുക. അവിടുന്നാണ് ഈ അമ്മ ഈ കൊച്ചിനെ പിടിച്ച് രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവരിക. കരയ്ക്ക് കൊണ്ടുവന്ന് അമ്മമാരെന്നാ ചെയ്യണേ? കൊച്ചിൻ്റെ പേത്ത് ചെളി പറ്റിയാലോ അതിനെ കുളിപ്പിച്ചു, ഉടുപ്പെല്ലാം മാറ്റിച്ച് സ്നേഹമായിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് അതിനെ മടിയിൽ വെക്കുക. അപ്പം സ്നേഹം കൊടുക്കുക അവിടെ. അപ്പം ഈ സ്നേഹമാണ് ഈശോ നമുക്ക് തരുന്നത്. അപ്പം ഈശോയ്ക്ക് ഒരു അമ്മ മനസ്സല്ലേ? അതെ, അമ്മ മനസ്സുണ്ട് ഈശോയ്ക്ക്. കാരണം അത് നമ്മൾ ഏശയ്യ 66 വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, ഞാൻ എളിയിലെടുക്കും, മടിയിലിരുത്തും, പാലൂട്ടും. അതൊക്കെ ഒരു അമ്മയുടെ സ്നേഹമല്ലേ? അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹവും ഒരു മാതൃത്വത്തിൻ്റെ സ്നേഹവും പിതൃത്വത്തിൻ്റെ സ്നേഹവും എല്ലാം ചേർന്ന് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പം ഈ കൊച്ചിൻ്റെ ആ സ്ഥാനത്തേക്ക് ആയിരുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നാലേ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കരയ്ക്ക് നിന്ന് അമ്മയ്ക്ക് ഈ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പം ആയിരിക്കുന്നിടത്തേക്ക് അമ്മ ഇറങ്ങി. ഇതുപോലെയായി ഈശോയും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുക, പാപത്തിൻ്റെ ചെളിക്കുണ്ടി കിടക്കുക നമ്മൾ. അവിടുന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മൾക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം ദൈവം തന്നെ ഇറങ്ങി വരിക, ദൈവം തന്നെ ഇറങ്ങി വരുവാണ്. പുത്രൻ യേശുക്രിസ്തു ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മളെവിടെയാണ് കിടക്കുന്നത്? പാപത്തിൽ. അവിടേക്കെങ്ങും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് വായിക്കുമ്പോൾ ഇതിൽ 602 പറയുന്നുണ്ട്,
ഉത്ഭവ പാപത്തെ തുടർന്നുള്ള മനുഷ്യൻ്റെ പാപങ്ങൾ മരണശിക്ഷ അർഹിക്കുന്നവയാണ്. ദൈവം തൻ്റെ പുത്രനെ ഒരടിമയുടെ രൂപത്തിൽ പാപം മൂലം അധപ്പതിച്ച മനുഷ്യത്വത്തിൽ അയച്ചു. അങ്ങനെ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയും. ഇപ്പം നമുക്ക് കണ്ണ് നിറഞ്ഞു വരും. കാരണം പാപം അറിയാത്തവൻ, ആ പാപം അറിയാത്തവനെ പാപമാക്കി. എത്ര വേദനയാണെന്ന് ഓർത്ത് നമ്മുടെ പിള്ളേർ വല്ലതും പാപം ചെയ്യുന്നത് നമുക്ക് സഹിക്കുമോ? അപ്പം പാപം ചെയ്യാത്തവനെ പാപമാക്കി ദൈവം, അത്ര മാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ അതാണ് 2 കൊരിന്ത്യസ് 5:21 പറയുന്നുണ്ട്. നമ്മൾ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. അപ്പം ആ അമ്മ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പം ആ അമ്മയും കുഞ്ഞും ഒന്ന് ഓർത്ത് നോക്കിയേ. കുഞ്ഞ് ചെളിക്കുണ്ടി കിടക്കുന്നു. അവിടുന്ന് കൊച്ചിനെ രക്ഷിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? അമ്മയും കൂടെ അങ്ങോട്ട് ചെല്ലണം. അപ്പം നമ്മൾ പാപത്തിൽ കിടക്കുന്നു, അവിടേക്ക് ദൈവം ഇറങ്ങി വരുക. അവിടുന്ന് നമ്മളെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, സ്വാതന്ത്ര്യത്തിലേക്ക്, ആ സ്വർഗീയ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ശരിക്കും പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ഒരു ഫലമുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെതായ തന്നെ ഒരു ശിക്ഷയുണ്ട്, അതിനകത്ത് നമ്മളത് അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഒരു പയ്യന്, ഒരു യുവാവ്, അവന് ലൈസൻസ് ഒന്നുമില്ല. അവനൊരു 2 വീലർ എടുത്തുകൊണ്ട് അവൻ റോഡിൽ കൂടെ പോയി. അപ്പം പേരൻസ് പറയും, എടുക്കല്ലേടാ, പോകല്ലേടാ, റോഡിൽ ഇറങ്ങരുതെന്നൊക്കെ പറയും. പക്ഷേ ഇവനനുസരിക്കാതെ എടുത്തുകൊണ്ട് പോയി. പോയ വഴി റോഡിൽ ചെന്നു, ഒരു കൂട്ടി ഇടിച്ചു. അതിലൊരു പ്രായമായ മനുഷ്യൻ മരിച്ചു. ഇവൻ്റെ ഒരു കാല് ഒടിഞ്ഞു. അപ്പോൾ അവൻ ആ വർഷം ഫൈനൽ ഇയർ എക്സാം ഉള്ളതാണ്. അപ്പോൾ അവന് എക്സാം എഴുതാൻ പറ്റിയില്ല. അവൻ്റെ ഒരു കാല് ഒടിഞ്ഞു. അവൻ ഹോസ്പിറ്റലൈസ്ഡായി, കേസുമായി. അപ്പോൾ ഇതെല്ലാം അവൻ അനുഭവിക്കുക, ഇതിനകത്ത് തന്നെ ആയിരിക്കുക. പക്ഷേ ഈ പേരൻസ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇവൻ ബൈക്കും കൊണ്ട് പോയി, ഇവൻ്റെ കാല് ഒടിഞ്ഞു, കേസുമായി എന്നും പറഞ്ഞ് ഇവൻ്റെ മറ്റേ കാലും കൂടെ തല്ലി ഒടിക്കുമോ? ഇല്ലല്ലോ. നമ്മളങ്ങനെ ചെയ്യില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ സ്നേഹമാണ്. കുഞ്ഞിന് പറ്റി, ക്ഷമിക്കുക. അതാ ഈശോ പറഞ്ഞത്, നമ്മളെ വചനം പഠിപ്പിക്കണത്. ഈശോ ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം നമ്മൾ ക്ഷമിക്കണം. അതാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം. അതാണ്, നമ്മൾ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. പക്ഷേ തെറ്റ് ചെയ്താൽ അതിനെ ഓർത്ത് അനുദപിച്ച് കരഞ്ഞ് അപേക്ഷിക്കുമ്പോഴാ ഈശോയുടെ സ്നേഹം നമ്മളിലേക്ക് നിറയുക ചെയ്യുന്നത്. അപ്പോൾ ഈശോ സ്നേഹിച്ച് കാണിച്ചു തന്നു നമ്മളെ എങ്ങനെയാണ്. നമ്മൾ പാപം ചെയ്തിട്ട് ശിക്ഷിക്കാത്ത ഒരു ദൈവം. അപ്പോൾ അവിടുന്ന് നമ്മളെ രക്ഷിച്ചെടുത്തു. നമ്മുടെ സകല പാപത്തിൻ്റെയും പരിഹാരം യേശു ആ കുരിശിൽ ചെയ്തത് പൂർത്തിയാക്കി. അതാണ്, ആ കുരിശിൽ ആണ് മരണം. അപ്പോൾ പാപത്തിൽ മരിക്കുക. ഒരു വ്യക്തിക്ക് ഒരിക്കലല്ലേ മരണമുള്ളൂ. മരിച്ച ആൾക്ക് പിന്നെ മരണമില്ല. അപ്പോൾ ഈശോ ആ കുരിശിൽ പീഡയേറ്റ് മരിച്ചു. പാപത്തിന്, ആ പാപം മുഴുവൻ ശിക്ഷയാണല്ലോ കുരിശുമരണം. അതെ. അപ്പോൾ ആ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ ഈശോ അവിടെ ചെയ്തു, പൂർത്തിയാക്കി. ഇനി ഈശോ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇനി ഈശോയ്ക്ക് മരണമില്ല. അപ്പം നമ്മളും ഈശോയോട് കൂടെ ആ കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്കിനി മരണമില്ല. ഒരു ശാരീരിക വിയോഗം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈശോയോട് കൂടെ നിത്യതയിൽ, നിത്യജീവനിലാണ് ഞാൻ. അപ്പോൾ ഇത് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. എന്നെ ആ ചെളിക്കുണ്ടി കടന്നതുപോലെ, അതല്ലേ പാപത്തിൻ്റെ ചെളിക്കുണ്ടിയിൽ നിന്ന് എന്നെ ഈശോ രക്ഷിച്ചെടുത്തു. എന്നിട്ട് ഇനി ഞാൻ എന്നാ ചെയ്യണം? ഈശോ പറഞ്ഞതുപോലെ ആ നിയമം, സ്വർഗീയ നിയമം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ നിയമലംഘനം പാപമാണെന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞത് അനുസരിക്കാതിരിക്കുന്നതാണ്. ആദവും ഹവ്വയും ചെയ്തത് അല്ല, അനുസരണക്കേടാണ് ചെയ്തത്. പിതാവായ ദൈവം പറഞ്ഞു ഇന്നത് ചെയ്യരുതെന്ന്, അത് ചെയ്തു. എന്നിട്ടും അവരെ രക്ഷിക്കാനായിട്ട് ദൈവം തന്നെ പുത്രൻ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ അമ്മ അന്നേരം ശരിക്കും ആ കൊച്ചിനിട്ട് അടി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സ്നേഹം അവിടെ പ്രകടമാക്കുക ചെയ്തത്. ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ഈ ഒരു അമ്മയുടെ ഹൃദയത്തിൽ ഈ സ്നേഹം ഇരുന്നാലേ ഇത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കും. ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അമ്മമാർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തോ അതിനെല്ലാം അടിയാണ്.
ശിക്ഷയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത്. സ്നേഹിക്കുക ചെയ്യേണ്ടത്. ശിക്ഷണം വേണം. സ്നേഹം മാത്രമല്ല, അതിസ്നേഹവും കൊടുക്കരുത്. കാരണം ശിക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഈശോ പറഞ്ഞില്ലേ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:4 പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങൾ മക്കളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുകയും. അപ്പം ആരുടെ ശിക്ഷണത്തിലും ഉപദേശത്തിലാണ് നമ്മൾ വളർത്തേണ്ടത്? കർത്താവിൻ്റെ ഉപദേശത്തിൽ വളർത്തണം. കർത്താവിൻ്റെ ശിക്ഷണവും കർത്താവ് എങ്ങനെ നമ്മുടെ മക്കളെ വളർത്തണമെന്ന് നമുക്ക് പറഞ്ഞു തന്നോ അതനുസരിച്ചും നമ്മൾ മക്കളെ സ്നേഹത്തിൽ അവരെ ശിക്ഷിക്കാൻ പറ്റുമോ? സ്നേഹത്തിൽ ശിക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശിക്ഷയല്ല, ശിക്ഷണമേ കൊടുക്കാവുള്ളൂ. ശിക്ഷയ്ക്ക് നമുക്ക് അവകാശമില്ല. നമുക്ക് ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളാണ്, അവരെ ദൈവ മക്കളാക്കി വളർത്തി വിടാനാ ഈശോ നമ്മുടെ ഈ കുറച്ച് നാൾ സൂക്ഷിക്കാൻ തന്നേക്കുക. അപ്പം എപ്പോഴും ഏതിനും അടിക്കുകയും ശിക്ഷിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരമ്മ, ആ അമ്മയിൽ നിന്ന് ഈ കുഞ്ഞിന് കിട്ടുന്ന മെസ്സേജ് എന്താ? കുഞ്ഞിന് സ്നേഹം കിട്ടുന്നില്ല. കൊച്ചിന് കിട്ടുന്നത് ഒരു ചീത്തയായ, അതായത് ഒരു ദുർമാതൃകയാണ് കിട്ടുന്നത്. എന്തിനും ഏതിനും ശിക്ഷിക്കുക, എന്തിനും ഏതിനും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന. കാരണം ചിലപ്പോൾ അമ്മയുടെ ടെൻഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ ഒരു പ്രയാസം കൊണ്ടായിരിക്കും, അതെന്തെങ്കിലും ആട്ടെ. പക്ഷേ ഈ കുഞ്ഞിന് ആ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള പരിശീലനം കിട്ടേണ്ടുന്ന സമയത്ത്, അല്ലെ അതിന് ബോധ്യമാകേണ്ടുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റണില്ല. അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും വേണ്ട കുഞ്ഞുങ്ങൾ പഠിക്കാൻ, അവരല്ലേ ആദ്യത്തെ അധ്യാപകര്. അപ്പം ആദ്യം ഈശോയുടെ സ്നേഹവും ഈശോയുടെ കരുണയും ഈശോ നമ്മളെ എങ്ങനെയാണ് രക്ഷിച്ചതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും വേണ്ട ആദ്യം കൊച്ചിന് കിട്ടാൻ. പക്ഷെ അത് വീട്ടിൽ കിട്ടണില്ല. ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം ഇന്ന് പേരൻസ് കാണാൻ പറ്റണില്ല കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ പിള്ളേര് വീണ്ടും വീണ്ടും അവരും പിന്നെ പോയി കാണിക്കുന്നത് എന്നതാ, ഇവർക്ക് കിട്ടിയത് തന്നെ ഇവർ പോയി അപ്പുറത്തോട്ടും കാണിക്കുക. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ന് സ്കൂളുകളിലും. ഇപ്പം നമ്മൾ അധ്യാപകരോട് ചോദിച്ചാൽ അറിയാം എന്തെല്ലാമാണ് ഈ പിള്ളേർ കാണിക്കണ കുരുത്തക്കേടുകളും പരസ്പരമുള്ള വാശിയും വൈരാഗ്യങ്ങളും ഒക്കെ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ മക്കളെ നമ്മൾ ദൈവസ്നേഹത്തിൽ വളർത്തണം. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ 2 വീഴ്ചകളുണ്ട്. ഒന്ന് കൊച്ചു വീണു, ഒന്ന് അമ്മ വീണു. കൊച്ചു വീണത് അറിയാതെ, അമ്മ വീണത് ബോധപൂർവം വീണു. അതെന്തിനാ വീണേ? കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി. വേറെ മാർഗമൊന്നുമില്ല. അന്നേരം ആളെ വിളിച്ചു കൂട്ടാൻ പോയാൽ കൊച്ചു മരിച്ചു പോകും. അപ്പോഴത്തേക്ക് അമ്മ എടുത്തു ചാടി. അമ്മയുടെ ആ സ്നേഹം ഉള്ളിലിരുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നിർബന്ധിക്കുക ചാടാൻ വേണ്ടിയിട്ട്. അവിടെ വരുന്ന അപകടത്തെക്കുറിച്ചൊന്നും അന്നേരം അമ്മ ചിന്തിക്കുന്നില്ല. അമ്മ ആ വഴി തിരഞ്ഞെടുത്തു. പിന്നെ അമ്മ ബോധപൂർവം ചാടിയത് എന്തിനാ? കുഞ്ഞിനെ രക്ഷിക്കണം. എന്തുകൊണ്ടാണ് ചാടിയത്? പൈലോകത്തെ കൊച്ചാണെ ചാടുവോ? അവിടെയാണ്. അതായത് നമ്മുടെ സ്വന്തം കുഞ്ഞായത്, നമ്മുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞായത്. അപ്പം ആ കുഞ്ഞിനോടുള്ള ആ സ്നേഹം മൂലം അമ്മ എടുത്തു ചാടി. അവിടുത്തെ വരുമ്പരാഴി ഒന്നും ചിന്തിച്ചില്ല. അപ്പം ഈശോ ആരാ? നമുക്ക് നമ്മുടെ രക്ഷകൻ, നമ്മുടെ പിതാവ്, നമ്മുടെ സർവസ്വവും ഈശോയുടെ മക്കളാണ് നമ്മൾ. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. കർത്താവിൻ്റെ തിരുരക്തം വീഴ്ത്തി അതിൽ വിശദീകരിക്കപ്പെട്ട് നമ്മളെ എടുത്തത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. വചനം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അപ്പം ആ ഒരു സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. അപ്പം അമ്മയുടെ സ്വന്തം കുഞ്ഞാ, അതുകൊണ്ടാണ് അമ്മ എടുത്ത് അപ്പം തന്നെ ചാടിയത്. അല്ല ചിലപ്പോൾ അയലോക്കത്തെയാണെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഉറക്കം നിലവിളിക്കുകയുള്ളൂ, രക്ഷിക്കാൻ ചാടില്ല. പക്ഷേ ഇത് സ്വന്തം കുഞ്ഞാ. അപ്പം നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിച്ചു കൊടുക്കണം, നമുക്കൊരു പിതാവുണ്ട്, ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാളിലെ മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാകണമെങ്കിൽ പേരൻസിൻ്റെ ജീവിതത്തിലുള്ള പ്രവൃത്തി, അതായത് അവരാദ്യം തിരിച്ചറിയണം, ആദ്യം നിറയണം. അവർ ദൈവസ്നേഹം കൊണ്ട് നിറയണം ആദ്യം. എങ്കിലേ ഈ ഉള്ളിലിരിക്കുന്ന സ്നേഹം സ്വാഭാവികമായിട്ട് പുറത്തേക്ക് വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തേക്ക് വരുള്ളൂ. ആർട്ടിഫിഷ്യലാകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വരുന്നത് ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റിനും വീട്ടിനകത്തുണ്ടല്ലോ. അപ്പം അവരത് കണ്ടും കേട്ടും പിന്നെ നമ്മൾ ബന്ധുമിത്രാദികളോട് സംസാരിക്കുന്നു, അല്ലെ സർവൻസിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുമായിട്ട് പെരുമാറുന്നു. ഇനി അവരാരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചീത്ത ചെയ്താൽ തന്നെ നമ്മൾ എങ്ങനെയാണ് അവരെ പ്രതികരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ പിള്ളേർ ചുറ്റിനും നോക്കുക. 2 കണ്ണും
രണ്ട് ചെവി, ഒരു കൊച്ചുണ്ടെങ്കിൽ രണ്ട് കണ്ണും രണ്ട് ചെവി, അത് രണ്ട് മൈക്രോഫോൺ അല്ലെ രണ്ട് ക്യാമറ നമ്മളെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ രക്ഷിച്ചിനി എടുക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. മാതാപിതാക്കൾ ദൈവസ്നേഹം കൊണ്ട് നിറയുക. ആ നിറവിൽ നിന്നുകൊണ്ട് അവരുടെ വാക്കുകൾ, അവരുടെ പെരുമാറ്റങ്ങളിൽ, അവരുടെ പ്രവൃത്തികളെല്ലാം ഈ സ്നേഹത്തിന് അധിഷ്ഠിതമാകണം. അന്നേരം പിന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട പിള്ളേരെ പറഞ്ഞു പഠിപ്പിച്ചാൽ പഠിപ്പിക്കുമോ? പഠിക്കില്ല പിള്ളേർ. അതുപോലെ 606 നമ്മൾ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചില്ലേ, വായിച്ചിട്ടില്ലേ? അതിനകത്ത് 604 പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുത്തെ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പം ഈ ദൈവസ്നേഹം എന്ന് നമ്മൾ പറയും. എന്താണ് ആ സ്നേഹം എന്നുള്ള വെളിപ്പെടുത്തുവാണ് ഇവിടെ. അതായത് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ എങ്ങനെയുള്ള റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 5 മുതൽ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. അതായത് ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറായേക്കാം. പക്ഷെ ഇത് എങ്ങനെയുള്ളവർക്ക് വേണ്ടി? വേണ്ടി. അതാണ് നമ്മൾ പാപികളായിരിക്കെ, അതായത് ദൈവത്തിൽ നിന്ന് ദൈവം പറഞ്ഞത് അനുസരിക്കാതെ അകന്നു പോയ ആ അവസ്ഥയിലായിരിക്കുന്ന അവരെ രക്ഷിച്ചെടുക്കുക. അപ്പം നമ്മളെ അവിടുന്ന് തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, അത് തിരിച്ച് നമുക്ക് സ്വർഗത്തിലെത്തണം. ആ സ്വർഗീയ കവാടം തുറന്നു തന്ന് നമ്മളെ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി യേശു ഇവിടെ ഇറങ്ങി വന്നു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നാന്ന് ചോദിച്ചാൽ ഇതാ, പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ചു. നമുക്ക് വേണ്ടി ജീവൻ തന്നിട്ടാണ് നമ്മളെ അതിൽ നിന്ന് ആ പാവക്കുഴിയിൽ നിന്ന് മോചിപ്പിച്ചത്, അല്ലാതെ മാർഗ്ഗമില്ല. അപ്പോൾ അവിടുന്ന് രക്ഷിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹം, അതേ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത്. അങ്ങനെ നമ്മൾ നിറയുമ്പോഴാണ് നല്ല മാതാപിതാക്കളാകാൻ സാധിക്കും. പേരൻറ്റിങ് ശരിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈശോയിൽ നിറയണം. അത് നമ്മളിലുണ്ട് ഈശോ, നമ്മളത് വിശ്വസിച്ചാൽ മതി. പിള്ളേരെയൊക്കെ ഇങ്ങനെ വളർക്കുമ്പം ഈ നല്ല പേരൻസ് അല്ലെങ്കിൽ അവരാരും ശരിയായിട്ട് വളരില്ല. അപ്പം നമ്മൾ പഠിപ്പിക്കാൻ ഇനി നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ, ശരിക്കും ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈശോയുടെ, എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം മാപ്പ് പറയണം. അപ്പം ഞാൻ ചോദിക്കട്ടെ അനുചേച്ചി, ഇപ്പം ഈ പ്രായമായവർക്ക് വേണം ശരിക്കും ഒരു ഈശോയോടുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ ആദ്യം തന്നെ. അത് ഈശോയോട് ചോദിച്ചാൽ മതിയല്ലോ. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും. നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാവുമ്പോൾ അതെല്ലാം ആയിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഈശോ നമ്മുടെ കയ്യിൽ മക്കളെ തന്നു, പക്ഷെ നമുക്ക് അവരെ ഈ സ്നേഹം പഠിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം ഇനി എന്നാ ചെയ്യണം? ഈശോയോട് നമ്മൾ മാപ്പ് പറയണം. കാരണം ഈശോ തന്നത് അതേപടി നമുക്ക് ആ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈശോയെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മക്കളെ ദാനമായി തന്നു. ഉദരഫലം ഒരു സമ്മാനമാണ് അല്ലേ? ഉദരഫലം സമ്മാനമാണ്, അത് ദാനമാണ്. അത് നമ്മുടെ കയ്യിൽ തന്നു. എന്തിനാ തന്നെ? ദൈവമകനും മകളുമാക്കി വളർത്തിയെടുക്കാനാ തന്നത്. പക്ഷെ അതിന് പറ്റിയില്ല. ആദ്യം നമ്മൾ ഈശോയോട് മാപ്പ് പറയുക, എന്നിട്ട് ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്നേഹം ഉള്ള ഈ ദൈവിക സ്നേഹം നിറഞ്ഞിട്ട് അതനുസരിച്ച് അവരെ അഭ്യസിപ്പിക്കുക. അതാ ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക. വാർദ്ധക്യത്തിൽ അതിൽ നിന്ന് പിന്തിരികയില്ല എന്ന് സുഭാഷിതങ്ങൾ 22:6 പറയുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപ്പത്തിലേ തന്നെ നമ്മളിത് ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കണ്ട. നമുക്കിനി ചെയ്യാനുള്ളത് ഇതേ ഉള്ളൂ, മാപ്പ് പറയുക, പ്രാർത്ഥിക്കുക. ഈശോ കരുണാമയനല്ലേ, ഈശോ സ്നേഹമല്ലേ. അപ്പം നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരൊഴുക്കണം. ഇപ്പോഴത്തെ യുഗമല്ലേ, എല്ലായിടത്തും പാപം നിറഞ്ഞ അവസ്ഥ, നമ്മുടെ മക്കൾ അതിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഈശോയുടെ മുമ്പ്, അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ 18 മുതൽ വായിക്കുമ്പോൾ, സിയോൻ പുത്രി നീ ഉറക്കെ നിലവിളിക്കുക, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിൻ്റെ കരങ്ങൾ, നിൻ്റെ ഹൃദയം ജലധാര പോലെ ഒഴുകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കരഞ്ഞപേക്ഷിക്കണം. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മൾ തന്നെ വിശുദ്ധിയിലും നിർമ്മലതയിലും ആ യേശു സ്നേഹം കൊണ്ട് നിറയുന്നതാണ് നമ്മുടെ ശുദ്ധി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആത്മാവിൻ്റെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം.
അപ്പം നമ്മൾ അതാ ജോഷുവ 3:5 പറയുന്നില്ലേ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങൾ അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. അപ്പം നമ്മൾ തന്നെ ആ ആത്മാവിൽ നിറഞ്ഞ് ഈശോയുടെ സ്നേഹം നിറഞ്ഞ് ആ ഈശോയുടെ സ്നേഹത്തിന് ആ ഹിതം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാതെ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ആകും. അപ്പോൾ ആ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ മക്കൾക്ക് ബോധ്യപ്പെടുത്തുന്നത്. കുരിശുമരണം എന്താണെന്നും ഈശോ എങ്ങനെയാണ് ആ വചനം ഈശോയെ പാപമില്ലാത്തവനെ പാപമാക്കി എന്നുള്ളതെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ആ സ്നേഹം അവർ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് കാത്തിരിക്കണം. ഈശോയുടെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച്, കർത്താവെ അവിടുന്ന് വാഗ്ദാനം ചെയ്ത് ആ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് അത് കാണിച്ചു കൊടുക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ചോദിച്ചാൽ മതി. സമാധാനമായോ? മനസ്സിലായോ? ഈ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി എന്തിനാ അമ്മ എടുത്ത് ചാടിയത്? ആ സ്നേഹം. ആ ചാടി ചെളിയെല്ലാം അമ്മയുടെ ദേഹത്തും പറ്റി. അമ്മയും മോനും ഒരുപോലെ ചെളിയിലായി. പക്ഷേ ഈശോയും നമ്മളായിരിക്കുന്ന പാപാവസ്ഥയിലേക്ക് കടന്നു വന്ന് നമ്മളെ രക്ഷിച്ച സ്നേഹം, ഈ രക്ഷയുടെ സ്നേഹമാണ് നമ്മളെല്ലാവരും. അതെല്ലാ ദിവസവും നമ്മൾ ചോദിക്കുക, വചനവും വായിച്ച് ഈശോയോട് ചോദിച്ചാൽ മതി, ഈശോയെ നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ അങ്ങ് നിറയ്ക്കണം, നിൻ്റെ സ്നേഹം മാത്രം എനിക്ക് എല്ലാവർക്കും കൊടുക്കണം, എൻ്റെ മക്കൾക്കും എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ആഗ്രഹിച്ച് നമ്മളങ്ങ് പറഞ്ഞാൽ മതി. അതാ ഈശോ പറഞ്ഞില്ലേ, നിൻ്റെ അധരജൽപ്പന എനിക്ക് ആവശ്യമില്ല, നിൻ്റെ വസ്ത്രമാണ് കീറേണ്ടതെന്ന്. ഇതുപോലെ നമ്മുടെ ഹൃദയപൂർവമായ ഒരു നന്ദിയും ഒരാഗ്രഹവും ഈശോയ്ക്ക് സമർപ്പിക്കുക. അത്രയും മതി. ഇനി നമുക്കന്ന് ഇച്ചിരി ചായയൊക്കെ കുടിച്ചാൽ നല്ല കാര്യം. അതെയല്ലേ? എന്നാൽ ശരി, ചായ.